അപ്പോൾ നമുക്ക് ലൈലത്തുൽ ഖദറിന് അതിന് സാധ്യത ഉള്ള ദിവസങ്ങളിലെല്ലാം മറ്റുള്ള റമദാനിൻ്റെ എല്ലാ സമയങ്ങളും ഇനിയുള്ള സമയങ്ങളിലെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗങ്ങൾ നമ്മളിൽ നിന്ന് വന്നു പോയ തെറ്റുകളെല്ലാം ഒന്ന് എഴുതി വെച്ച് അതിനൊന്ന് ഓർത്ത് എടുത്ത് റബ്ബിൻ്റെ നിഅമത്തുകൾ അല്ലാഹു നമുക്ക് ചെയ്തു തന്ന നിഅമത്തുകളും അതിന് നമ്മൾ ചെയ്യുന്നത് നന്ദികളും എന്നിട്ടും അതൊരു ബോധമില്ലാത്ത നമ്മുടെ ജീവിതം അതെല്ലാം ഒന്നിങ്ങനെ മനസ്സിൽ ഓർത്ത് തഫക്കുർ ചെയ്ത് നമ്മൾ കരയാനുള്ള സമയങ്ങൾ ഉണ്ടാക്കണം. അത് കാണാനാണ് മലായിക്കത്ത് വരുന്നത് എന്ന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു. അപ്പോൾ ലൈലത്തുൽ ഖദറിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് അതാണ് തൗബ എന്ന് പറഞ്ഞാൽ നദമ്. പടച്ചവനെ എന്നിൽ നിന്ന് സംഭവിച്ചു പോയല്ലോ എന്നാണ്. തെറ്റുകൾ എന്ന് പറഞ്ഞാൽ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നത് സുമ്മുൻ ഖാത്തിൽ എന്നാണ്. അവനെ കൊന്നു കളയുന്ന നഞ്ഞാണ് തെറ്റ് എന്നുള്ളത്. അപ്പോൾ ഒരാളിൽ തെറ്റ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് അവനെ കൊന്നു കളയും. അപ്പോൾ അതിനെ പെട്ടെന്ന് കഴുകി ശുദ്ധിയാക്കണം. മൂമിനികളുടെ അവസ്ഥ അങ്ങനെയാണല്ലോ. അൽ മൂമിൻ യറാ ദംബഹു കജബലി യഖഉ അലൈഹി. മൂമിനായ മനുഷ്യന് അവൻ്റെ തെറ്റുകൾ വലിയൊരു മല ഇടിഞ്ഞു വീഴുന്ന ഒരു മലയുടെ അടിയിലാണ് അവൻ ഇരിക്കുന്നത്. ആ മല മേലിൽ നിന്നിങ്ങനെ എപ്പോൾ വീഴും എന്ന് പേടിച്ച് അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികൾ തേടുന്നത് പോലെ എന്തെങ്കിലും ഒരു തെറ്റ് ജീവിതത്തിൽ മുഅ്മിനിൽ നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, മനുഷ്യരല്ലേ, എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു രൂപത്തിൽ തെറ്റിനെ കാണണം. അതാണ് മുഅ്മിനിൻ്റെ ആ അവസ്ഥ. അതേ സമയത്ത് മുനാഫിഖ് അങ്ങനെയല്ല. മുനാഫിഖുകൾ അവർ യറാദംബഹു കദുബാബി യഖഉ അലാ അൻഫിഹി. അവനിൽ നിന്നുണ്ടാകുന്ന സംഭവിക്കുന്ന ദോഷങ്ങളെല്ലാം ഒരു ഈച്ച അവൻ്റെ മൂക്കിലിരുന്നാൽ അതിനിങ്ങനെ തല കൊടിഞ്ഞ് അത് അതിന് വലിയൊരു വില വെക്കൂല എന്നതുപോലെ എത്ര തെറ്റുണ്ടെങ്കിൽ അത് സാരല്ലപ്പ എന്നുള്ള ചിന്ത നമ്മളെപ്പോലെയുള്ള ആ ഒരു ചിന്ത ഉണ്ടാകാൻ പാടില്ല. അത് മുനാഫിക്കിൻ്റെ അടയാളമാണ്. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ ഒരു തെറ്റ് വന്നാൽ അത് നമ്മളെ കൊന്നു കളയുന്ന സുമ്മുൻ ഖാത്തിലാണ് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുന്ന ആ ഒരു രൂപത്തിൽ നമ്മൾ ആ തെറ്റിനെ കാണുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എല്ലാ സമയത്തും കരയേണ്ടി വരും. കാരണം ഒരാൾ കുടിക്കുന്ന വെള്ളത്തിൽ എന്തെങ്കിലും വിഷം കലർന്നതായ വെള്ളമാണ് അവൻ അറിയാതെ കുടിച്ചു പോയത്. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, അതാ നീ കുടിച്ച വെള്ളത്തിൽ വിഷമുണ്ടായി എങ്കിൽ അതിൽ നിന്ന് ആ വിഷം എല്ലാ രക്തത്തിലും മറ്റൊക്കെ എത്താതെ ഇരിക്കാൻ വേണ്ടി അതിൻ്റെ എഫക്റ്റ് അതിൻ്റെ അവനെ നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി അവൻ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയി അതിന് ചികിത്സ തേടും. അതിനൊക്കെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് അവൻ പരിശ്രമിക്കുന്നു. എന്നതുപോലെ തെറ്റുകൾ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിനെ ഉടനെ കഴുകി വൃത്തിയാക്കണം. ആ വൃത്തിയാക്കാനുള്ള രാത്രികളാണ് ലൈലത്തുൽ ഖദർ എന്ന് പറയുന്നത്. അത് ഇന്ന് രാത്രി എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേകമില്ല. എല്ലാ ദിവസവും അതിനു വേണ്ടി അങ്ങനെ തന്നെ ഒരുങ്ങണം. ആ രൂപത്തിൽ ഒരു ടൈം, ഒരു ദിവസത്തിലൊരു സമയം നമ്മൾ കണ്ടെത്തണം. കുല്ലു ഐനിൻ ബാക്കിയത്തും ഇല്ല ഐനിൻ ബക്കത്തും ഇല്ല ഖശിയത്തില്ല. എല്ലാ കണ്ണുകളും നാളെ മഹ്ശറയിൽ വെച്ച് ആഖിറത്ത് യൗമുൽ ഖിയാമയിൽ വെച്ച് കരയും. എല്ലാവരും കരയേണ്ടി വരും. സംഭവിച്ചു പോയല്ലോ, ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഖേദിച്ച് കരയും. പക്ഷേ ചില കണ്ണുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് ഇസ്തിനാ ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് പുറപ്പെടുവിക്കുന്നുണ്ട്. ഇല്ല അതിനും ബക്കത്ത് മിൻ ഖശിയത്തില്ല. അള്ളാഹുവിനെ പേടിച്ച് കരഞ്ഞ കണ്ണുകൾ യഖ്റുജു മിൻ ഐനിഹി മിസ്ലു റഅസി ദുബാബ്. ഈച്ചയുടെ തല പോലുള്ള ആ കണ്ണുനീർ, അള്ളാഹുവിനെ പേടിച്ച് കണ്ണുനീറിറ്റി ജീവിച്ച മനുഷ്യൻ നാളെ മഹ്ശറയിൽ കരയേണ്ടി വരില്ല. വൻദാക്കറ റബ്ബൽ മുഹൈമീന ഖാലിയ ഫഫാദത്ത് ബിഹി ഐനാഹു ഖൗഫ നകാലി. അള്ളാഹു അർശിൻ്റെ തണലിട്ട് നാളെ മഹ്ശറയിൽ രക്ഷപ്പെടുത്തുന്ന ഒരു ടീമിൽ അള്ളാഹുവിന് ഖാലിയായി ഒറ്റയ്ക്കിരുന്ന്, ഖാലിക്ക് ഒരു ഖൽവത്തിനിക്ക് ഒരുപാട് മേനകളുണ്ട്, വേറൊന്നും ചിന്തിക്കാതെ അവൻ ഒറ്റയ്ക്ക് ആരെങ്കിലും കാണാൻ വേണ്ടിയോ ലോകമാന്യത്തിന് സുന്നത്തിന് റിയാവിനൊന്നും വേണ്ടിയല്ല. അവൻ്റെ കൽബിലത് പേടിക്കുടുങ്ങി, റബ്ബേ എന്നിൽ നിന്ന് സംഭവിച്ചു പോയല്ലോ, എങ്ങനെ റബ്ബേ നിൻ്റെ മുന്നിൽ ഞാൻ വരുന്നത് എന്ന് പേടിച്ച് കരഞ്ഞ്
ജീവിച്ച മനുഷ്യൻ അവന് നാളെ അർശിൻ്റെ തണലിട്ട് അല്ലാഹു രക്ഷപ്പെടുത്തും. അപ്പോൾ ലൈലത്തുൽ ഖദ്റിന് നമുക്ക് ഏറ്റവും പ്രധാനമായി ചെയ്യാനുള്ള ഒരു അമൽ അതാണ്. നമ്മുടെ ജീവിതങ്ങളെല്ലാം ഒന്ന് നോക്കി, ജീവിതത്തിൻ്റെ അവസ്ഥകളൊന്ന് എടുത്തു നോക്കിയാൽ നമ്മൾ രാത്രിയും പകലും ഇരുന്ന് കരഞ്ഞാൽ പോരാ, നമ്മുടെ ജീവിതം മുഴുവനും കരയേണ്ടി വരും. അപ്പോൾ അത് ആ ഒരു അവസരം രാത്രി ലൈലത്തുൽ ഖദ്ർ സാധ്യതയുള്ള പ്രത്യേകമായ ഒറ്റയുള്ള രാത്രികളിലൊക്കെ നമ്മൾ അത്തരം കാര്യങ്ങളിലായി നമ്മുടെ ജീവിതത്തിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.